ഇന്ന് വാവുബലിയാണ്. പിതൃപുണ്യം തേടി സംസ്ഥാനത്തുടനീളം ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം അടക്കമുള്ള തിരുവനന്തപുരത്തെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. എറണാകുളം, ആലുവ, മണപ്പുറത്തും ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തുന്നത്. മലബാർ മേഖലയിലും വിവിധയിടങ്ങളിലായി ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, സംസ്ഥാനത്തുടനീളം മഴയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് വടക്കൻ ജില്ലയിലാണ്. വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കൂടിയുള്ളൊരു മുന്നറിയിപ്പ് നടത്തിയിരിക്കുകയാണ്. തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിന് പോലും സാധ്യതയുണ്ടെന്ന് പറയുന്ന ഈ ഒരു സമയത്ത് ബലിതർപ്പണ ചടങ്ങുകൾ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി തന്നെയാണോ നടക്കുന്നത്? ഇപ്പോഴും അവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ടോ? തിരക്ക് എത്രത്തോളമാണ്? ദേവിക, ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കേ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബലിതർപ്പണ സ്ഥലത്ത് തന്നെയാണ്. വരയ്ക്കൽ കടപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. വലിയ തിരക്കാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ളത്. പുലർച്ചെ 4 മണിയോടുകൂടി ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇന്നലെ മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ വലിയ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 4 സെന്ററുകളിലായാണ് ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത്. അതിൽ ഒരു സെന്ററിൽ തന്നെ 200-ലധികം ആളുകൾക്ക് ഒരുമിച്ച് ഒരേ സമയം ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തീകരിക്കുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ സമുദ്ര സ്നാനം ചെയ്യുന്നതിൽ ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെയും വോളണ്ടിയേഴ്സിനെയും പോലീസിനെയും ഒക്കെ തന്നെ നിർത്തിയിട്ടുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഇവിടെ എത്തുന്ന ആളുകൾക്ക് കുടിവെള്ളം അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെയും ശ്രേഷ്ഠ ആചാര സഭയുടെയും നേതൃത്വത്തിലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ഏകദേശം 10-10:30 ഈ ചടങ്ങുകൾ അവസാനിപ്പിച്ച് വീണ്ടും വൈകുന്നേരം ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നാളെ 9 മണി വരെ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ടാവും. 10,000-കണക്കിന് ആളുകളാണ് വിവിധ ജില്ലയിൽ നിന്ന് ഇവിടെ ബലിതർപ്പണ ചടങ്ങിലേക്ക് എത്തുന്നത് എന്നത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ ബലിതർപ്പണ ചടങ്ങിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സമുദ്ര സ്നാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വരയ്ക്കൽ കടപ്പുറം ഏറെ ശ്രദ്ധേയമാവുന്നത്. കൂടാതെ തന്നെ വലിയൊരു രീതിയിലുള്ള ഏകോപനവും ഇവിടെ നടക്കുന്നുണ്ട്. 20-ലധികം വോളണ്ടിയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അവരുടെ നേതൃത്വത്തിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള ചടങ്ങുകളും ക്രമീകരണങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെയും പെട്ടെന്ന് തന്നെ സുഗമമായി ചടങ്ങുകൾ പൂർത്തീകരിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു രീതിയിലുള്ള ഏകീകരണം തന്നെയല്ലേ ഏർപ്പെടുത്തിയിട്ടുള്ളത്? വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഹിന്ദു ഐക്യവേദിയാണ് നമ്മളിവിടെ തീരുമാനിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ്. വളരെ നല്ല നിലയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. കാലാവസ്ഥയും ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ സമുദ്ര സ്നാനം ചെയ്യുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലേ? അതുണ്ട്. ഇപ്പോഴും അത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അനുസരിച്ചും കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ എല്ലാ വർഷവും ബലിതർപ്പണത്തിന് എത്തുന്നത്. കൂടാതെ തന്നെ ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ അവർക്ക് ചുക്കുകാപ്പി വിതരണം അടക്കം ഏർപ്പെടുത്തുന്നുണ്ട്. വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ വലിയൊരു രീതിയിലുള്ള ഏകീകരണം നടക്കുന്നു. ചുക്കുകാപ്പി ഉച്ചയ്ക്ക് ശേഷമാണ് ചുക്കുകാപ്പിൻ്റെ കാര്യങ്ങൾ തുടങ്ങുള്ളൂ. നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ആളുകളെ എങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റിച്ചാൽ അങ്ങനെ അവർക്ക് തൃപ്തിപ്പെടുത്തി പറഞ്ഞയക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വരയ്ക്കൽ കടപ്പുറത്ത് നമ്മൾ ഹിന്ദു ഐക്യവേദി ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു പോരുന്നതാണ്. അത് അതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ നിന്ന്, മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ നിന്ന് ഇന്നലെ മുതൽ ഇവിടെ ആളുകൾ എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ
വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ ചടങ്ങുകൾ ചെയ്യുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പിതൃതർപ്പണ ചടങ്ങുകൾ നീളുവാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി 4 മണിക്ക് വീണ്ടും ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ ബലിതർപ്പണം നടത്തുവാൻ എത്തിയിരിക്കുന്ന ആളുകളിൽ നിന്നുള്ളത്. എന്തായാലും 4 സെന്ററുകളിലായാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. വിവിധ സെന്ററുകളിൽ 200-ലധികം ആളുകൾക്ക് ഒരുമിച്ച് ഒരേ സമയം ബലിതർപ്പണം നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമുദ്ര സ്നാനം ചെയ്യുന്നിടത്ത് വലിയൊരു രീതിയിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവിക.